പ്രിയപ്പെട്ടവരെ, എസാ ഹോംസിൻ്റെ മറ്റൊരു ഹോം ടൂറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കൊരു അടിപൊളി ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ള വീടാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മളിതാ മെയിൻ ഡോർ ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹോളിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ലിവിങ് ഒരു അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എത്തുമ്പോൾ അതിമനോഹരമായിട്ടാണ് ഈ ഒരു ലിവിങ് സെറ്റ് ചെയ്തിട്ടുള്ളത്. എൽ ഷേപ്പിലുള്ള ഒരു സോഫ സെറ്റ് ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ വിൻഡോസും നമ്മൾ ഇതുപോലെ ആർക്കി ഡ്രൈവ് ഒരു കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു വുഡ് ഫിനിഷിങ് ടച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. ഇവിടെയാണ് ടി വി യൂണിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ടി വി യൂണിറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് അക്രിലിക്കിലാണ്. ഇത് കാണുമ്പോൾ നമുക്കൊരു മാർബിൾ ഫിനിഷ് ആയിട്ട് തോന്നുമെങ്കിലും ഇത് അക്രിലിക്കാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ സീലിംഗ് നിങ്ങൾക്ക് കാണാം, അടിപൊളിയായിട്ട് നമ്മൾ അടിപൊളി സീലിംഗ് ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വരുമ്പോൾ തന്നെയാണ് ഈ ഒരു പൂജ യൂണിറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പൂജ യൂണിറ്റ് കംപ്ലീറ്റ് തേക്കിൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു പൂജ യൂണിറ്റ് നമുക്ക് കാണാൻ പറ്റും, ഇങ്ങനെ ഉള്ളിലേക്ക് സ്ലൈഡ് ചെയ്തിട്ട് വിടാനും അതുപോലെ തന്നെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ക്ലോസ് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ഒരു പൂജ യൂണിറ്റ് ആണ് കേട്ടത്. വന്നുകൊണ്ടിരിക്കുന്നത് ഡൈനിങ്ങിലാണ് കേട്ടോ. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ഡൈനിങ് ഹാളാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാഷ് യൂണിറ്റും ഇവിടെ കോമൺ ടോയ്ലറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിതാ നേരെ ഇവിടെ നിന്ന് കിച്ചണിലേക്ക് പോകുമ്പോൾ ഈ ഒരു എൻട്രൻസിൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ കുറച്ച് വാർഡ്രോബ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ക്രോക്കറി ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ കിച്ചൺ അതിമനോഹരമാക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അതുപോലെ ഈ ഒരു കൊടുത്തിരിക്കുന്ന മെറ്റീരിയൽ അക്രിലിക്കാണ് കേട്ടോ, അതിൻ്റെ മുകളിൽ കൊടുത്തിട്ടുള്ള മെറ്റീരിയലൊക്കെ. അതുപോലെ ഇവിടെ നല്ലൊരു ടോൾ യൂണിറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് ഇതിൽ നമുക്ക് കിട്ടുന്നുണ്ടാവും. പിന്നെ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനൊക്കെ ഈ സ്റ്റോറേജ് സ്പേസിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ വുഡൻ ഹോബ് ഇവിടെ ഉണ്ട്. പിന്നെ നമ്മൾ നോർമലി കൊടുക്കുന്ന എല്ലാ സംഭവങ്ങളും GTVT കാര്യങ്ങൾ ഇതൊക്കെ ഇവിടെയും നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു മൾട്ടിപർപ്പസ് സിങ്കാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നിന്ന് പിന്നെ വർക്ക് ഏരിയ ആണ് പുറത്തേക്ക് ഉള്ളത്. പിന്നെ അതിൻ്റെ കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുള്ള നാനോ വൈറ്റ് ആണ്. വർക്ക് ഏരിയക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അത്യാവശ്യം സ്പേസ് ഉണ്ട്. എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ഇവിടെ ഉണ്ട് കേട്ടോ. വാഷിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്യാൻ പറ്റുന്ന അത്രയും സ്പേസ് ഇവിടെ നമുക്കുണ്ട്. അപ്പോൾ ഇവിടെ സ്റ്റെയർ കേസിൽ കൂടെ നമ്മൾ ഇങ്ങനെ പോവുകയാണ്. ഈ ലാൻഡിങ്ങിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ CNCയിൽ ഇങ്ങനെ ചെയ്തിട്ടുള്ളൊരു ബുദ്ധയുടെ ഒരു ആർട്ട് വർക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. പിന്നെ നമ്മൾ നേരെ മുകളിലേക്ക് കയറി വരികയാണ്. ഇവിടെ ചെയ്തിട്ടുള്ള ഈ ഒരു ഹാൻഡ് റെയിൽ ടഫൻ ഗ്ലാസും അതുപോലെ തന്നെ ടീക്ക് വുഡിലാണ് ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലുള്ള ഒരു ബെഡ്റൂമിലേക്കാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂമിൽ താഴത്ത് പറഞ്ഞ പോലെ തന്നെ ഒരു മിറർ യൂണിറ്റും അതുപോലെ തന്നെ ഈ ഒരു ബെഡ് കോട്ടിൻ്റെ ആ ഒരു വാളൊക്കെ അതിമനോഹരമാക്കാൻ വേണ്ടി നമുക്ക് പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ബെഡ് കോട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പഴയൊരു ബെഡ് കോട്ട് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. കണ്ടാ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിനെ പാക്ക് ചെയ്തുകൊണ്ട് പുതിയൊരു മോഡലിലേക്ക് നമ്മൾ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് അത്രയും മെറ്റീരിയലൊന്നും ഇവർക്ക് വേസ്റ്റ് ആക്കേണ്ട കാര്യം വരുന്നില്ല. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ വാർഡ്രോബ് സ്ലൈഡിങ്ങിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നല്ല സ്മൂത്തായിട്ടുള്ള ഒരു രീതിയിൽ നമുക്ക് സ്ലൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അതുപോലെ ടോയ്ലറ്റിൽ വരികയാണെന്നുണ്ടെങ്കിൽ ടോയ്ലറ്റിൻ്റെ ആ ഒരു ഇത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ ഒരു ഗ്ലാസ് പാർട്ടീഷനൊക്കെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ഈ ഒരു വീടിൻ്റെ ഹോം ടൂർ കണ്ടു. നിങ്ങൾക്ക് ഈ ഒരു വീടിൻ്റെ ഹോം ടൂർ ഇൻറ്റീരിയറൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ കുടുംബക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളെ ഇതുപോലുള്ള വർക്കുകൾക്ക് വേണ്ടിയിട്ട് എസാ ഹോംസിനെ കോൺടാക്ട് ചെയ്യുക. താഴെ നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.